കള്ളെന്തായാലും സൊസൈറ്റി കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കും. അതിനെ കുറിച്ച് നമുക്ക് കൂലങ്കഷമായിട്ട് ചിന്തിക്കണം. ജോസ് എത്തി. നമസ്കാരം. നമസ്കാരം. വർക്കിച്ചന്റെ വീട്ടിലേക്കായിരിക്കും അല്ലേ? അതെ. അപ്പൊ എന്റെ ഊഹ ശരിയായി. കുറച്ച് നാളെ വർക്ക് മാപ്പിള കിടപ്പിലായ പിന്നെ ചവിട്ടിക്കലൊന്നും നടക്കുന്നില്ല. ജോസ് വരുമെന്ന് പറഞ്ഞിരുന്നു. ജോസോ? ഏത് ജോസ്? അപ്പൊ നിങ്ങൾ ജോസ് അല്ലേ? അല്ല, ഞാൻ വാസു. എനിക്കിതിനൊന്നും ചവിട്ടിക്കണമല്ലോ. ആര്? ഞാനാ? നിങ്ങളെ കൊണ്ടല്ല, വർക്കിയുടെ കാളയെ കൊണ്ട്. അതിന് നിങ്ങൾ മെനക്കെടണമെന്നില്ല. സ്വന്തം കാളയടിച്ച് വർക്ക് മാപ്പിള കിടപ്പിലായിട്ട് ആഴ്ചകൾ കുറേയായി. ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യും? താനൊരു കാര്യം ചെയ്. ഇതിനെ കൊണ്ട് കണ്ണും പൂട്ടി നേരെ നടന്നു. ഈ റോഡിന്റെ അങ്ങേയറ്റത്ത് സർക്കാർ വക ഒരു മൃഗാശുപത്രി ഉണ്ട്. അവിടെ കൊണ്ടു ചെന്ന സൗജന്യമായിട്ട് ഒറ്റ ഇഞ്ചക്ഷൻ 9 പശു പെറും മാസം. ഇനിയിപ്പോ അതായിരിക്കും നല്ലതല്ലേ? പൊക്കോ. ഇങ്ങോട്ടാ പയ്യത്തള്ളു നട്ടല്ലോടി. ഇതിനെ വല്ല ഇറച്ചി വിലയ്ക്കാൻ മൂസാക്കി കാണാൻ കൊടു. ഇതിനെ കുത്തിവെച്ചാലേ ചിലപ്പോ സിറും ചൊടിഞ്ഞു പോകും. കുട്ടപ്പേട്ടനോ? ഇപ്പൊ എങ്ങനുണ്ട്? ചരിഞ്ഞിറക്കാം. പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല. അതായി അസുഖത്തിന്റെ ഒരു കുഴപ്പം. താനെന്താ ഡോക്ടറാണോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുട്ടപ്പ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? മൂസയുടെ വീട്ടിൽ മിനിഞ്ഞാന്ന് ഞാൻ പോയിരുന്നു. ആളവിടെ ഇല്ല. ആന്ധ്രയിൽ തോല് കൊടുക്കാൻ പോയിരിക്കുക. പിന്നെ അനിയൻ കാസിമിനെ കണ്ടു. കാളെ നോക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു അത്തിക്കാരൻ ജോസ്. ഏത് സമയത്ത് ആളിങ്ങെത്തും? 2 ആഴ്ചയായി ചവിട്ടിക്കലില്ല. കാളെ നേരാൻ മണ്ണ നോക്കാൻ ആളുമില്ല. എനിക്ക് വയ്യാണ്ടായില്ലേ. ഇങ്ങനെ എത്രയാന്ന് വെച്ചാ കുട്ടപ്പേട്ട? പാലും തുന്നലും കൊണ്ട് മാത്രമേ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂ. അപ്പനും അപ്പാപ്പനും മരുന്ന് മേടിക്കാൻ തന്നെ രൂപ എത്ര വേണമെന്ന്? അതിനല്ലേ ഞാൻ ജോസിനെ തിരക്കി പോയത്. 2 ദിവസത്തിനകം ജോസിങ് എത്തും. കർത്താവിന്റെ കൃപയാൽ ഒത്താ പിന്നൊന്നും നോക്കണ്ട. അവൻ ഇണങ്ങാത്ത കാളകളില്ല. മോളെ, കുട്ടപ്പൻ എന്തെങ്കിലും കുടിക്കാൻ കൂടാ? വേണ്ട, ഞാൻ പൗത്തേട്ടൻ നടന്ന് ഇപ്പൊ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. എന്നാലും മോളൊരു ചായ എടുത്തോ. വർക്കിച്ചോ, വിഷമം മാറ്റാൻ ഒരു ഇത്തിരി. വേണ്ട കുട്ടപ്പ, തെറ്റുകൾ ഇനി ആവർത്തിക്കുന്നില്ല. കാലം പിഴച്ച എല്ലാവർക്കും വരും വിഷമം. ഒക്കെ ശരിയാവും. ആ ജോസിങ് വന്നോട്ടെ. എന്താ മീൻ പിടിക്കുക? വർക്ക് മാപ്പിളയുടെ വീടേതാ? അവനെ അവിടത്തെയാ. മിനിക്കുട്ടി, ഇത് പിടിച്ചോ, ഞാൻ ഇപ്പം വരാം. ആരാ മോനെ ഇത്? അപ്പനെ കാണാൻ വന്നതാ. ആരെന്ന് മനസ്സിലായില്ല. മൂസക്ക പറഞ്ഞിട്ട് വന്നതാ. തേനീന്ന് അത്തിക്കാരൻ ജോസ്. വരൂ, അകത്തേക്ക് ഇരിക്കാം. എഴുന്നേക്കാൻ മേല. 3 മാസമായി കിടപ്പില. കാള ഒന്ന് പറ്റിച്ചതാ. അറിയാം, മൂസക്ക എല്ലാം പറഞ്ഞിട്ടുണ്ട്. കാളയെ ഞാൻ നന്നായി നോക്കിക്കോളാം. മൂസക്ക പറഞ്ഞ എനിക്ക് വേദവാക്യ. ഇത് ആലീസ്, മൂത്ത മകളാ. പിന്നെ ഇവളുടെ ഇളയതുങ്ങളാ. അപ്പാ, എന്റെ കാര്യം? ഇവൻ എന്റെ ഒരേ ഒരു മോന, തോമസ് കുട്ടി, ഇളയവൻ. ഞങ്ങൾ പരിചയപ്പെട്ടു വഴി വെച്ച്. പാവ എന്നെ പോലെ. ജോസേ, എന്തോ? കാളയുടെ കാര്യം മാത്രം പോരാ, പറമ്പിലെ കാര്യങ്ങളും കൂടി നോക്കണം. വർക്കിച്ചൻ പറയുന്നത് ജോസ് ചെയ്യൂ. എന്റെ അപ്പം പുലിമടയിൽ തോമ എന്നെ ഒന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ, വിശ്വാസം. അത് തെറ്റിയ വത്തിക്കാനിലെ പള്ളിയിൽ കത്തണ മെഴുകുതിരിയാണേലും ജോസ് ഊതിക്കെടുത്തും.
വേണ്ട വേണ്ട, മതി മതി മതി. എടി കറി എന്തെങ്കിലും ഇറക്കി വെച്ചിട്ടേ ആ പിള്ളേരുടെ തുണിയെടുത്ത് നനയ്ക്കാൻ നോക്ക്. ജോസിന് എത്ര വയസ്സായി? 38. ആ പിന്നെന്താ ഇതുവരെ കെട്ടാഞ്ഞേ? ഒന്നും ഒത്തു വന്നില്ല. നല്ല പ്രായത്തിൽ കെട്ടണം, അല്ലെങ്കിലേ മക്കള് വളരുമ്പോ അപ്പൻ വയസ്സാകും. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കെട്ടുന്നോ? ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട്. നോക്കണം. എങ്കിൽ ഞാൻ കണ്ടുവെക്കാം. എന്താ കെട്ടുവോ? കാലത്ത് ദോശയ്ക്ക് ഉപ്പില്ല, കറിക്ക് എരിയില്ല, മടുത്തു ഇവിടുത്തെ പാചകം. അതിനിപ്പോ ഞാനെന്ത് വേണം? പച്ചയായിട്ട് പറഞ്ഞ മാഷിന് മനസ്സിലാവില്ലേ? ആ നസ്രാണി പെണ്ണ കിട്ടുന്ന കാര്യ മാഷ് പറഞ്ഞു വരുന്നത്. ഓഹോ, അതാണ് മനസ്സിലിരിപ്പ്. ഞാൻ പെണ്ണ് കെട്ടിയിട്ട് വേണം നിങ്ങൾക്കെല്ലാം മൃഷ്ടാന്നം ഉണ്ണാൻ. എന്നാ പിന്നെ മാഷിന് കെട്ടിക്കൂടെ? അതൊക്കെ വലിയ ചെലവല്ലേ മാഷെ? ഒറ്റത്തടിയായിട്ട് ഇവിടെ ജീവിക്കുന്നത് തന്നെ വലിയ പാടാ. മാഷെ, ആ ചായ ഒന്ന് ഇറക്കി വെക്കും മാഷെ. അയ്യോ, ഏത് ചായ? ചായക്കുള്ള പാര അടുപ്പത്ത് വെച്ചിട്ടാ ഞാനിവിടെ വന്നിരുന്നത്. ഷോ, കറിക്കുള്ള അറപ്പാണെന്ന് കരുതി ഞാനതിൽ മീനെടുത്തിട്ടല്ലോ. എന്തായാലും സുഖമായി. പാലിൽ പുഴുങ്ങിയ മീൻ. പാലും പോയി, മീനും പോയി. ഇപ്പൊ മനസ്സിലായല്ലോ എത്രയും വേഗം ഒരു പെണ്ണ് കിട്ടണമെന്ന്. ശരി, നാളെ തന്നെ വർക്കിംഗ് മാപ്പിളയെ പോയി കണ്ട് പെണ്ണ് ചോദിക്കണം. എങ്കിലേ വാക്കു രുചിയുള്ള വല്ലതും തിന്നാൻ പറ്റൂ. ആ ജോസിന്റെ ഓരോ നോട്ടവും പറിച്ചിലും എനിക്കത് തീരെ പിടിക്കണില്ല. ചേച്ചിക്ക് എല്ലാരും സംശയം ആ ജോസേട്ടൻ എന്ത് നല്ലയാളാ. എന്നാ ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല, എനിക്കങ്ങനെ തോന്നി. നിനക്കങ്ങനെ തോന്നും. ആളിന്റെ മെയ്വഴക്കം കണ്ട് മയങ്ങിപ്പോരുത്. അയാൾ ഏതാ എന്താ വല്ലതും നിനക്കറിയാമോ? അതൊക്കെ എന്തിനാ ഞാൻ അറിയുന്നേ? ഞാനെന്താ അയാളെ കെട്ടാൻ പോവാണോ? കെട്ടാൻ പോണോണ്ടല്ലടി, പുറത്തു നിന്ന് വന്ന ഒരുത്തൻ അയാള്. നോക്കിയും കണ്ടും പെരുമാറണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ചേച്ചി മെല്ലെ വാ, ഞാൻ പോവാ. ആ സാവിത്രി ടീച്ചർ പുതിയ സാരി വാങ്ങി അതിന്റെ മുന്താണി മുറിച്ച് തന്നിട്ടുണ്ട്. ചെന്നിട്ട് വേണം ഒരു ബ്ലൗസ് വെച്ചു കൊടുക്കാൻ. പോവാണേ. ഇപ്പൊ ഇത്തിരി സമ്പാദ്യമൊക്കെ ആയിട്ടുണ്ട്. അടുത്ത മാസത്തോടെ ബാങ്കിലെ ലോൺ തീരും. എന്നിട്ട് വേണം എന്നിട്ട് വേണം വേണ്ട. അതെന്താ? എനിക്ക് പേടിയാ. പേടി മാറാനല്ലേ താലി കെട്ടുന്നത്. പിന്നെ ഈ സൈക്കിളിന് മുമ്പിൽ ഇയാളെ ഇരുത്തിക്കൊണ്ട് പോകുമ്പോ ഈ ഭൂമി കുലുങ്ങൂലല്ലോ. താലി കെട്ടുമ്പോ കുലുങ്ങും. ആര്? മറ്റാരല്ല, ഈ ചേലക്കര ഗ്രാമം. കുലുങ്ങട്ട് മോളെ, കുലു. എന്താ സോഫിയ? ഒന്നുമില്ല. കൊച്ചു വർത്തമാനമായിരിക്കും അല്ലേ? പറയാൻ ഞാൻ ആരുമില്ലെന്നറിയാം. എന്നാലും ഒരു ചേട്ടന്റെ സ്ഥാനത്തുനിന്ന് പറയാ. മനസ്സിലുള്ള സ്നേഹം വഴി വെച്ച് വിളമ്പിയ നാട്ടുകാരറിയും. വീട്ടിലേക്ക് വരുന്നില്ലേ? സാവിത്രി ടീച്ചറുടെ ബ്ലൗസ്. എന്നാ ഞാൻ നടക്കാം.